കേരളത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ മുറുകുന്നതായി റിപ്പോർട്ടുകൾ. ഹമാസ് അടക്കമുള്ള ഭീകരവാദ സംഘടനകൾക്ക് കേരളത്തിൽ വേരുകളുള്ളതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കേരളം ഒരു ക്രൈം ഹബ്ബ് ആണെന്നും ഭീതിയുടെ മുൾമുനയിലാണ് നാടെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന വ്യാജേനയാണ് ഭീകരവാദികൾ കേരളത്തിലെത്തുന്നത്. കേരളത്തിലെ പല ആരാധനാലയങ്ങളും ആളുകളെത്താൻ സാധ്യതയുള്ള വ്യവസായ കേന്ദ്രങ്ങളും ഭീകരവാദികൾ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞതായും ഇതേപ്പറ്റി വിവരങ്ങൾ രഹസ്യമായി കൈമാറിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. കേരളം IS ഭീകരവാദത്തിന്റെ വിളനിലമാണെന്നും വടക്കൻ ജില്ലകളിൽ നിന്നും നിരവധി പേർ ഈ സംഘടനയിൽ പ്രവർത്തിച്ചു പോരുന്നതായും NIA നേരത്തെ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. പണം നൽകിയാണ് ഭീകരവാദികൾ പലരെയും IS പോലെയുള്ള സംഘടനകളിലേക്ക് ആകർഷിക്കുന്നത്. ഇവർ വീടുകളിലേക്ക് പണം അയക്കുന്നത് ഉൾപ്പെടെയുള്ള തെളിവുകൾ NIA ഏജൻസിയുടെ പക്കലുണ്ട്. പ്ലാസ്റ്റിക് സർജറി നടത്തി മുഖത്ത് മാറ്റം വരുത്തിയാണ് ഇവർ വിദേശത്ത് ഭീകരവാദ പ്രവർത്തനം നടത്തുന്നത്. മലേഷ്യ, കാനഡ, സിംഗപ്പൂർ മുതലായ രാജ്യങ്ങളിൽ ഭീകരവാദ ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നും അഭ്യസ്തവിദ്യരായ പെൺകുട്ടികളും ഭീകരവാദ സംഘടനകളുടെ ഏജന്റായി പല വിദേശ രാജ്യങ്ങളിലും പ്രവർത്തിച്ചു വരുന്നു. തൊഴിൽ, ഉന്നത പഠനം എന്ന വ്യാജേനയാണ് ഇവർ വിദേശ രാജ്യങ്ങളിൽ എത്തുന്നത്. ഇവർക്ക് പിന്തുണ നൽകുന്നതാകട്ടെ ഹമാസ് അടക്കമുള്ള സംഘടനകളും. ഭീകരർ വിദേശ രാജ്യങ്ങളിൽ നടത്തുന്ന പല കൊലപാതകങ്ങളിലും ഇവർക്ക് പങ്കുണ്ടെന്നും NIA റിപ്പോർട്ട് ചെയ്യുന്നു. കേരളത്തിൽ നിന്നും കാശ്മീരിലേക്ക് വടക്കൻ ജില്ലകളിൽ നിന്നും റിക്രൂട്ട് ചെയ്യുന്നതായി വിവരങ്ങൾ മുമ്പ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇതിനായി കേരളത്തിലേക്ക് കള്ളനോട്ടുകളും ഹവാല പണവും ഒഴുകുന്നുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളായി എത്തുന്നവർ ശബരിമല അടക്കം പല തീർത്ഥാടന കേന്ദ്രങ്ങളും നോട്ടമിട്ടിട്ടുണ്ട്. ഇതിനു പുറമെ മതം മാറ്റി സ്ത്രീകളെ അഫ്ഗാൻ, സിറിയ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കും കയറ്റിവിടുന്നു. നിരപരാധികളായ സിവിലിയൻ ജനങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ ഇവർ പദ്ധതിയിടുന്നതായും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ NIAയുടെ കൈവശമുണ്ട്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഭീകരവാദ ക്യാമ്പുകൾ രഹസ്യമായി തുറന്നു പ്രവർത്തിക്കുന്നതായി NIA വിവരങ്ങൾ ശേഖരിച്ചു വരുന്നുണ്ട്.